ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇറ്റാലിയൻ ഡിഷായ ബീഫ് ലസാനിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലസാനിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ലസാനിയയുടെ സോസ് റെഡിയാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ലസാനിയ ഉണ്ടാക്കാൻ ശരിക്കും വളരെ എളുപ്പമാണ്. പക്ഷെ ഞാനിവിടെ വൈറ്റ് സോസും ലസാനിയയുടെ സോസൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് കൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു 4 വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സ്മാഷ് ചെയ്യാനുള്ള ഒരു പരുവമാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിളക്കി നമുക്ക് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലസാനിയയുടെ സോസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു പാനിൽ നമുക്ക് ഓയിൽ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കിലോ ബീഫ് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് ഈ സോസിൽ കിടന്ന് നല്ല പോലെ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അധികം ടൈം എടുക്കില്ല, കാരണം നമ്മളിത് അരച്ച് വെച്ചതാണല്ലോ. ഈ ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാം. പിസ്സ സോസ് ഉണ്ടാക്കി അതിലേക്ക് ബീഫ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ തന്നെ നമ്മൾ അരയ്ക്കുന്നതിന് പകരം അതിലേക്ക് ബീഫ് ചേർത്തെടുത്താലും മതി. നമ്മുടെ ലസാനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് ഞാനിവിടെ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ 40 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ല പോലെ സ്റ്റിർ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1/2 കപ്പ് ഒഴിച്ച് നല്ല കട്ടയില്ലാണ്ട് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അല്ലെങ്കിൽ ആ മൈദ താഴെ കട്ട പിടിച്ച് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു 1/4 ഭാഗം സവാള എടുത്ത് അതിലേക്ക് 4 ഗ്രാമ്പു ഇതേപോലെ കുത്തിവെക്കുക. എന്നിട്ട് നമുക്ക് ഈ പാലിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ അതെടുത്ത് സ്പൂൺ കൊണ്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി. ഇനി ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നോർമലി നമ്മൾ പാസ്തയ്ക്കൊക്കെ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോവും ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ലസാനിയയുടെ സോസിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ വൈറ്റ് സോസ് ഇത്തിരി കുറുകിയിട്ടുണ്ട്. നമുക്ക് ലസാനിയയ്ക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. പാസ്തയ്ക്കൊന്നും ഇത്രയും തിക്ക് വൈറ്റ് സോസ് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഗ്രാമ്പുവിൻ്റെ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൂടെ പൊക്കോളും. സ്ട്രെയിൻ ചെയ്തെടുത്ത വൈറ്റ് സോസ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലസാനിയ ഷീറ്റ്സ് റെഡിയാക്കാം. ലസാനിയയുടെ ഷീറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ പോരെ. അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, അതിനാവശ്യത്തിന് 1 കപ്പ് വെള്ളം എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം.
ഇവിടെ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലസാനിയയുടെ ഷീറ്റ് റോൾ ചെയ്തെടുക്കാം. ലസാനിയയുടെ ഷീറ്റ് നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അതിന് എൻ്റെ കയ്യിലൊരു ഈസി ടെക്നിക്ക് ഉണ്ട്. അതിനു വേണ്ടി ആദ്യത്തെ ഒരു ബോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് തടവി അതിലേക്ക് കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ബോൾ കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. റൗണ്ട് ചെയ്തെടുത്ത ഡോയിൻ്റെ മേലെ അടുത്തത് വെച്ച് കൊടുത്ത് നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ബ്രൗൺ ഒന്നും ആവണ്ട, 1-2 സെക്കൻഡ് അത്രയും മാത്രം മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ നമുക്കിതൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള 2 ഷീറ്റ് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ വളരെ ഈസിയാണ്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഫുൾ ഷീറ്റ് വെച്ചും ചെയ്യാം. പക്ഷേ ഫുൾ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ലെയറിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ലസാനിയ സോസ് അതിന് മേലെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോയാൽ ഇതിങ്ങനെ ഒലിച്ചു പോകും. ഇനി അതിന് മുകളിലായി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഗ്രേറ്റഡ് ചീസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറും സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ ആദ്യം ഷീറ്റ്, പിന്നെ അതിന് മേലെയായിട്ട് ലസാനിയയുടെ സോസ്, പിന്നെ വൈറ്റ് സോസ്, ചീസ്, ഇങ്ങനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൊത്തം ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിൽ ബ്ലാക്ക് ഒലീവ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോഴും ബ്ലാക്ക് ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ബ്ലാക്ക് ഒലീവ്സിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൽ മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിവിടെ ഷീറ്റും വൈറ്റ് സോസും അതേപോലെ ലസാനിയയുടെ സോസും ഒക്കെ റെഡിയാക്കി കാണിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്കത് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പം തന്നെ ലെയർ ചെയ്ത് എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്